الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ಜೀವನದಲ್ಲಿ ಪ್ರತಿ ಓರೋ ಸಂದರ್ಭದಲ್ಲೂ, ಪ್ರತ್ಯೇಕಿಸಿ ನಮಗೆ ರಹಸ್ಯ ಜೀವನದಲ್ಲೂ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കുകയോ ശ്രദ്ധിക്കണോ ചെന്ന് സ്വന്തം നഫ്സിനെ മറക്കാണ്ട് കൂടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുന്നതായ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കവും നാളെ പരലോകത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒറ്റയ്ക്ക് സേരകുള്ളതായ മഹാസൗഭാഗ്യ നൻകും നാളെ കുടുംബത്തിനും അല്ലാഹു നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫ് സത്യവിശ്വാസിമാർ എല്ലാ വെള്ളിയാഴ്ച രണ്ട് പാരായണാക്കരതായി ഓതുരതായി ഒരു സൂറത്തായി സൂറത്തുൽ കഹഫ്.
ಅದರ ಪ್ರತ್ಯೇಕತೆ ಎಂದರೆ ಚಂದಕ್ಕೆ എല്ലാവർക്കും ಗೊತ್ತುಂಟು മനസ്സിലാക്കിയതായിരിക്കും. അത് ഓതരതായ ആൽമാർക്ക് പ്രകാശമുണ്ടോ വെളിച്ചമുണ്ടോ മനസ്സിലാക്കിയാണ്. അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രത്യേകത പരിപാടി തന്നു. അതിലെ ചില ആൽമാർക്ക് അതിലെ ബൈഹാട്ടുണ്ടാവും, പഠിച്ച് തിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു പേജുള്ള ബൈഹാട്ട് ഉണ്ടാവും. കാലത്തെ ആൽമാർ സത്യവിശ്വാസിമാരെ സംബന്ധിച്ചിടത്തോളം അത് ബൈഹാട്ടാക്കും. ഒരു 10 ആയത്തെങ്കിലും പ്രത്യേകിച്ചിട്ട് അവസാന കാലഘട്ടത്തിൽ വേണ്ടതായി ആൽമാർ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ എല്ലാവർക്കും ಗೊತ್ತುಂಟು. മസീഹു ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന അത് കഠിനമായി നിൽക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ തോലോ വേണ്ടതായി ആ സമുദായത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫിത്ന ചെന്നെങ്കിൽ അത് ദജ്ജാലിന്റെ ഫിത്ന ആയിരിക്കും. കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ടാവും, അവിടെ ഫിത്നവും ഉപദ്രവവും ഉണ്ടാവും. അതുകൊണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് 5 നേരത്തെ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഇസ്തിആദ രക്ഷകേക്കോ നമുക്ക് പരിപാടി തന്നു. സത്യവിശ്വാസിമാർ അവസാനത്തെ തശഹ്ഹുദുൽ അഖീർ ചൊല്ലി അവസാനത്തെ തശഹ്ഹുദുൽ അത്തഹിയാത്തിൽ പ്രത്യേകമായിട്ട് ദുആ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തിദ ഫറഹ അഹദുക്കും മിനത് തശഹ്ഹുദിൽ ആഖിർ അവസാനത്തെ തശഹ്ഹുദ് കഴിഞ്ഞിട്ടായെങ്കിൽ അത്തഹിയാത്തും സ്വലാത്തുള്ള കഴിഞ്ഞിട്ടായെങ്കിൽ ഫല്യതഅവദ് ബില്ലാഹി മിൻ അർബ 4 കാര്യത്തെ സംബന്ധിച്ചിട്ട് അവനു രക്ഷ കേൾക്കണോ. വളരെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ 4 കാര്യങ്ങളായിട്ട് അവിടെ രക്ഷ കേൾക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാടിത്തത്. ഒന്ന് മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. ഒന്നാമതായിട്ട് പരിപാടിത്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് നീന് രക്ഷ നൽകണ റബ്ബേ. ജീവിതത്തിൽ ഈ ലോകത്ത് അവസാനമായിട്ട് പാരത്രിക ലോകത്തിൽ എൻട്രാവുന്നതായ ഒരു പ്ലേസ് ആയിട്ട് ഖബർ ജീവനോ അല്ലെങ്കിൽ ബർസഖിയായിട്ടുള്ള ലോകാചല, അത് ഒന്നാമതായിട്ടുള്ള ഭവനമായിട്ട് ഖബർ ചെല്ല. അതുകൊണ്ടായിട്ട് സ്വഹാബത്ത് ഖബറെ കാണുമ്പത്തും ഉൾപ്പെട്ടോണ്ടിരുന്നാറ് ചെല്ല. കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടായെങ്കിലും പിന്നെ അവന്റെ ജീവന എല്ലാം സുഖകരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഒന്നാമത്തെ പോണ്ടതായ പ്ലേസിൽ അവിടെ നിനക്ക് സുഖമായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവും, നിനക്ക് സന്തോഷമുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഖബറിലെ അദാബിൽ നിന്ന് അല്ലാഹുവേ നിന്നൊട്ടിനാണ് രക്ഷ തേടുക. വമിൻ അദാബിൻ നാർ അല്ലെങ്കിൽ അദാബി ജഹന്നം, നരക ശിക്ഷയിൽ നിന്ന് നിന്നൊട്ടിക രക്ഷ കേൾക്കറൊപ്പേ. അത് ഭയാനകമായി നിൽക്കുന്നത് കൊണ്ടൊത്തു നിന്നൊട്ടികനാണ് രക്ഷ തേടുക, നിന്നൊട്ടിക ശരണ കേൾക്കറൊപ്പേ. വമിൻ ഫിത്നതിൽ മഹിയാ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണത്തിലെയും ഇടയിലുള്ള പരീക്ഷണങ്ങളുണ്ടോ, അതിൽ നിന്ന് റബ്ബേ നിന്നൊട്ടികനാണ് രക്ഷ കേൾക്ക റബ്ബേ. അതിൽ പിന്നായിട്ട് 4-ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ രക്ഷ കേൾക്ക റബ്ബേ ചെന്ന് ദൈനംദിനമായിട്ട് നമ്മൾ ദുആ കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പരിപാടി തന്ന് സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്ത് അല്ലെങ്കിൽ അവസാനത്തെ 10 ആയത്ത്, ആദ്യത്തെ 10 ആയത്ത് അല്ലെങ്കിൽ അവസാനത്തെ എൻഡിങ്ങിൽ വേണ്ട 10 ആയത്ത്
നിങ്ങൾ ബൈഹാട്ടാക്കണോ. മൻ ഹഫിള അശ്റ ആയാത്തി മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫ്, അല്ലെങ്കിൽ വേറെ ഫീ റിവായത്തിൽ മിൻ ആഖിറിൽ കഹ്ഫ്, ഒന്നാമത്തെ ആദ്യത്തെ 10 അല്ലെങ്കിൽ അവസാനത്തെ 10 ആരെങ്കിലും ബൈഹാട്ടാക്കിയെങ്കിൽ ഹിഫ്ളാക്കിയിട്ടെങ്കിൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടൂ. അപ്പൊ ഇത് വിശ്വാസിമാരെ സംബന്ധിച്ചിടത്തോളം അത് ബൈഹാട്ടാക്കേണ്ട ഒരു സൂറത്തായി ദിക്ർ. ഒരുപാട് പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാട്ടിത്തന്നു. ഇവിടെ ആ ആയത്തിൽ അവസാനത്തെ വേണ്ട 10ാമത്തെ ആയത്തിൽ പെട്ട് ഒരു 2-3 ആയത്തായി ദിക്ർ നിങ്ങളെ മുന്നൽ ഓതിയിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചായി ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂചിപ്പിക്കുക. കുൽ നബിയെ ചെന്തു കൊടുക്കും. ഹൽ നബിയുകും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും വലിയ ലോസ് ആയിട്ടുള്ള നഷ്ടപ്പെട്ടതായ ആൾമാരെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ചെന്തു കൊടുക്കും. ഏറ്റവും ലോസ് ആയ ആൾമാർ ദുനിയാവിലും അമൽ ആക്കത്, സത്യവിശ്വാസിമാർ അമലാക്കണം. ഇവിടെ അഹ്ലുൽ കിതാബിനെ അല്ലെങ്കിൽ മുശ്രിക്കരെ സംബന്ധിച്ചിട്ട് സൂചന കൊടുത്തിരുന്നെങ്കിലും പണ്ഡിതന്മാർ ഇവിടെ പടിപാട്ടി തന്നത് ആരല്ല ദീനില് ബിദ്അത്താക്കാറ് അങ്ങനെ സംബന്ധിച്ചായി ദിക്ർ. കാരണം ബിദ്അത്ത് ഏതുമാവട്ടെ അല്ലാഹുവും അവന്റെ റസൂലും പടിപാട്ടാത്ത ബിദ്അത്ത് ചെന്നെങ്കിൽ എന്തായി ദിക്ർ വാക്കർത്ത അതിലെ വേർഡ് മീനിങ് ചെന്നെങ്കിൽ പുതിയത് ഉണ്ടാക്കുന്നത് അർത്ഥം ഒന്നൽ നോക്കിയിട്ട് മോഡൽ നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയെ ഉണ്ടാക്കുന്നത് ഇതേ പ്രയോഗമായിട്ട് ചെല്ലും. ബദീഉസ് സമാവാതി വൽ അർദ്, ഏതെങ്കിലും ഒരു കോപ്പി നോക്കിയിട്ട് ഒന്നത്തെ മോഡൽ നോക്കിയിട്ട് ഉണ്ടാക്കിയവനല്ല അല്ലാഹു ആകാശഭൂമി. ചെന്നെങ്കിൽ മുന്നത്തെ മാതൃക ഇല്ലാമാർ, ഒരു മോഡലും ഇല്ലാമാർ, ഒരു കോപ്പിയും ഇല്ലാമാർ ഉണ്ടാക്കിയ കാര്യമായിട്ട് ബിദ്അത്ത് ചെല്ലുന്നത്. ഇവിടെ ബിദ്അത്ത് ചെല്ലുമ്പോൾ ദീനിലെ ബിദ്അത്ത് ചെല്ലുമ്പോൾ അല്ലാഹു അവരുടെ റസൂലും സ്വഹാബത്തും പണ്ഡിതന്മാരും താബീന ആരും ഇമാമീന പഠിപ്പിക്കാത്ത അനക്ക് പരിചയമില്ലാത്ത ഒരു മോഡലും ഇല്ലാത്ത ഒരു കാര്യമായിട്ട് ബിദ്അത്ത്. അത്തരത്തിലുള്ള ആൾമാരെ സംബന്ധിച്ചിടത്തോളം അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതായ ആൾമാർ. പല ആൾമാരും പല ജാതിക്കാരുമുണ്ട്. ഞങ്ങൾക്ക് ഇബാദത്ത് നല്ല സ്വറാക്കിട്ടുണ്ട്, എല്ലാവരും ഞങ്ങളുടെ ദീന് നല്ല ദീനായിട്ട് ഞങ്ങൾ ആക്കര സ്വറ അത് ഏറ്റവും നല്ല ദീനം സ്വർഗത്തിൽ പോകേണ്ട കാര്യമായിട്ട് ഞങ്ങൾ ആക്കിയിട്ടുള്ളൂ. എല്ലാ മതത്തിലെ ആളുകളും അവകാശപ്പെട്ട ഞങ്ങൾ ആക്കര നല്ല ദീന നല്ല സ്വറായിട്ട് അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലും അങ്ങനെ ആ അധ്വാനം എല്ലാം വേസ്റ്റ് ആയിട്ട് എല്ലാം പോയിട്ട് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അങ്ങ് വിചാരിക്കുന്നത് ഞങ്ങൾ ആക്കിയിട്ടുള്ളത് ഏറ്റവും നല്ല സ്വറായിട്ട് ഏറ്റവും നല്ല ഇബാദത്തായിട്ട് സ്വറായിട്ട് ഞങ്ങൾ ആക്കിയിട്ടുള്ള ചെറുത്ത് അങ്ങ് വിചാരിക്കാറ്. ചെന്ന് പറഞ്ഞത് റജബ് തിങ്കളായി ദിക്ർ അങ്ങനെ മൂന്നാലുള്ള പോയിട്ടുള്ളത്. അതിലെ 2ാമത്തെ ചൊവ്വായി ദിക്ർ റജബ് തിങ്കൾ. പുതിയ ഒരു വർഷത്തേക്ക് കാലെടുത്ത് വെച്ചത് പുതിയ സ്റ്റാർട്ടിംഗ് 1ാമത്തെ ജുമുഅ ദിക്ർ. അപ്പൊ റജബ് തിങ്കൾ ചെല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ തിങ്കളായി ദിക്ർ, അതിൽ സംശയമേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പടിപാട്ടിയതായി ദിക്ർ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ, അല്ലാഹുവിന്റെ മുട്ട യൗമ ഖലഖസ് സമാവാതി വൽ, ആകാശഭൂമി ഉണ്ടാക്കിയത് മുതൽ അത് അനന്തൽ വെച്ച പിന്നെ തിങ്കളിലെ കണക്ക് അത് 12 ദിക്ർ. അത് ചേഞ്ച് ആക്കാവില്ല. ഏതൊരു ഭരണാധികാരി ഉണ്ടാക്കിയതല്ല, അള്ളാഹുവെ നിശ്ചയിച്ചതായിരിക്കും. ആകാശഭൂമി ഉണ്ടാക്കിയത് പിന്നെ തിങ്കളിലെ കണക്ക് അത് 12 ആവണമുണ്ട്.
ಆದರೆ ಚೇಂಜ್ ಹಾಕೋ ಪೈಪನ್ನು ಬೋನಾಲ್ ಹಾಕೋದಂದು ಸಾಧ್ಯ ಅಲ್ಲ. ಅದರಲ್ಲಿ 4 ತಿಂಗಳು ಅದು ಪವಿತ್ರമായ തിങ്കളായിട്ടിക്കല് അല്ലാഹു സുബ്ഹാനഹു തആല പടിവാട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേകതയുള്ളൂ ഈ റജബ് തിങ്കളിൽ ആക്കരെ എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ തിങ്കളായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ടൊരു ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാട്ടിയിട്ടില്ല. ആയെങ്കിൽ നിങ്ങൾ ആക്കരതായ ഇബാദത്തിനും വലിയ പുണ്യമുണ്ടോ? ബാക്കിയുള്ള തിങ്കളിലെ കാട്ടി ഇബാദത്തിനെ കാട്ടി പ്രതിഫലമുണ്ടോ ഈ പവിത്രമാക്കിയ തിങ്കളിൽ നിർവഹിക്കുമ്പോൾ? നിസ്കാരാവട്ടെ, അതിലെ നോമ്പാവട്ടെ, അതുപോലെ സുന്നത്തു നോമ്പുണ്ട്, തിങ്കളാഴ്ച വേലാസറിന്റെ നോമ്പുണ്ട്, അതുപോലെ ഖുർആൻ പാരായണം, ഇങ്ങനെ എല്ലാ ഇബാദത്തും ബാക്കിയുള്ള തിങ്കളിലെ കാട്ടി പ്രത്യേകതയുണ്ട്, കൂലിയുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിവാട്ടുന്ന പ്രത്യേക ചർച്ച നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നതിൽ മാത്രമല്ല നോക്കേണ്ടത്, യാരെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഫല തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. നിങ്ങൾ ഈ തിങ്കൾ സ്വന്തം അക്രമാക്കോ നിൽക്കണ്ട, സ്വയം അക്രമത്തിൽ നിൽക്കുതീരാ, അത് പാടില്ല. അക്രമം നിങ്ങളിൽ നിന്ന് ഉണ്ടാവുകതീരാ. അപ്പൊ അത്രയും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തിൽ ഈ തിങ്കൾ ചിലയേറെ പ്രതിഫലമുണ്ടോ, ശ്രേഷ്ഠത ഉണ്ടോ? ആയെങ്കിൽ ഈ തിങ്കളിൽ യാര ചമ്മ ബിദ്അത്തായി ഒരുപാട് ഇബാദത്തുകൾ കർമ്മങ്ങൾ വന്നിട്ടുണ്ടോ? അത് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഒരുപാട് ബിദ്അത്തിന്റെ ആക്കിയിട്ടുള്ള അത് ചെല്ലകൊള്ള സമയമല്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചൊല്ലുന്നു, കുല്ലു ഹദീസിൻ ഫീ ദിക്രി സിയാം റജബ് വസ്സലാത്ത്. റജബ് 27 നോമ്പാവട്ടെ, അല്ലെങ്കിൽ സ്വലാത്തു റഗായിബ് ആഗ്രഹ സഫലീകരണത്തിനായിട്ട് റജബ് 1-ാമത്തെ ജുമുഅ, ആ ജുമുഅത്തെ നാളിൽ മഗ്രിബ് ഇശായുടെ ഇടയിൽ 12 റക്അത്ത് നിസ്കരിക്കൽ സ്വലാത്തു റഗായിബ്. അങ്ങനെ തുടങ്ങിയ നോമ്പു, അതുപോലെ ഇസ്രാ മിറാജിലെ നോമ്പ് ചേർത്ത് നോമ്പെടുക്കുന്നത്, ഇതെല്ലാം എന്തെങ്കിലും ആ ബന്ധത്തുള്ള ഹദീസെല്ലാം കദിബുൻ മുഫ്തറ. എല്ലാ പണ്ഡിതന്മാർ വഴിപാടുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അതുപോലെ ഇബ്നു തൈമിയ, അതുപോലെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, എല്ലാവരും ഈ ഹദീസിനെ സംബന്ധിച്ചിട്ട് റജബ് തിങ്കൾ വന്നിട്ടുള്ള പ്രത്യേകമായിട്ട് ആഗ്രഹമായ ഇബാദത്തിനെ സംബന്ധിച്ച് ഹദീസ് എല്ലാം ദുർബലമായിട്ട് മൗനമായിട്ട് കെട്ടിയുണ്ടാക്കി ഹദീസുകളായിട്ട് പണ്ഡിതന്മാർ പടിപാട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കും, മനസ്സിലാക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ന് ഇതിനൊക്കെ നിങ്ങളുടെ ഞാൻ വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള റജബ് തിങ്കൾ കടന്നു പോകുമ്പോൾ ഒരുപാട് വിദഅത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യ. പ്രത്യേകമായിട്ട് ദുആക്കരുത്. ഒരു ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ദുആക്ക് യാതൊരു തൊന്തരയുമില്ല. അതിലെ അർത്ഥത്തിൽ, അതിലെ ആശയത്തിൽ യാതൊരു കുഴപ്പവുമില്ല. അതിങ്ങളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥിരപ്പെട്ടതല്ല. അങ്ങനെ ഒരു ദുആ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകണേ, അതുപോലെ ഞങ്ങളുടെ റമളാനിൽ നീ എത്തുപാട്ടണേ. അപ്പൊ ഇങ്ങനെ സാധാരണ ഒരു സത്യവിശ്വാസി ഇങ്ങനെ ദുആർക്കാം.
അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ ചെന്ന് ദുആക്ക് സ്വഹാബത്തുൽ ദുആ നോക്കിന്ന അങ്ങ് ഒർനാൾ ജന്നാൽ ദുആ അല്ല റജബൽ ദുആ അല്ല 6 തിങ്കൾ മുന്നേ ദുആ നോക്കിന്ന അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ റമളാനിക്ക് ഞങ്ങളെ നീ എത്തുപാട്ടനെ റബ്ബേ ദുആ നോക്കിന ആ ദുആ നിങ്ങൾക്ക് ദുആക്ക ഞങ്ങൾ ഈ ദുആ വന്നത് അത് ദുആ ഹദീസിൽ വന്നത് ദുർബലമായിട്ടുള്ള ഹദീസായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ട് അതിൽ യാതൊരു സൂചനയും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, ആ പുണ്യമാക്കപ്പെട്ടതായ റമളാനിൽ ഞങ്ങളെ നീ എത്തുവാൻ റബ്ബേ ചെന്ന് ദുആർക്കാം. റമളാന്റെ അതല്ലാത്ത ബിദ്അത്ത് ആക്കുന്ന വിഷയത്തിൽ പള്ളിയിലുള്ള ബിദ്അത്ത് ആക്കുക വളരെ ഗൗരവമുള്ള വിഷയമായി ചില പണ്ഡിതന്മാർ പരിപാടിയാറ്. പള്ളിയില് ബിദ്അത്താക്കുക, പള്ളിയെ പുറത്താക്കുന്നത് വേറെ വിഷയം, അതും വലിയ കുഴപ്പമായി നിൽക്കുന്നത്. പള്ളിയിലുള്ള ബിദ്അത്താക്കുന്നത്, പള്ളിയിലുള്ള ബിദ്അത്താക്കുന്നത് പള്ളി കത്തുപാട്ടുന്നതിനെ കാട്ടി ഗൗരവമായി ചെന്ന പണ്ഡിതനാണ് പരിപാടി. പള്ളിയിലുള്ള ബിദ്അത്ത് പള്ളി കത്തുപാട്ടുന്നതിനെ കാട്ടി ഗംഭീരത കൊണ്ടുപോകും. പള്ളി കത്തുപാട്ടിന് ദുനിയാവും അവസാനിക്കുന്നു, പിന്നെ ഉണ്ടാക്കാം. ഇതല്ല ബിദ്അത്താക്കിയിട്ടായത് പാരത്രികമായ ലോകം പോയിത്തവണ നഷ്ടപ്പെട്ടത്, അമലല്ല ബാത്തിലായി പോയിട്ട്. ഇപ്പൊ ശൈത്താനെ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യത്തിൽ യാറെ ഫോക്കസ് ആക്കിയിട്ടില്ല. ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട്. നോമ്പ്, റജബിലെ നോമ്പുണ്ട്, റജബ് തിങ്കളിലെ നോമ്പുണ്ട്, തിങ്കളാസറുണ്ട്, വേലാസറുണ്ട്, നോമ്പലുണ്ട്. അതുപോലെ പ്രത്യേകത കാട്ടില്ല. ശൈത്താനും പിശാച് ഇത്തരത്തിലുള്ള സുന്നത്തായ കാര്യത്തിൽ എന്തും ആരെ പ്രോത്സാഹനം കൊടുക്കില്ല. ഏതെങ്കിലും ബിദ്അത്തായ കാര്യം ഉണ്ടാവും, അത് യാറെ പ്രോത്സാഹനം കൊടുക്കും, അത് നിർവഹിക്കും, ആക്കും, ഭയങ്കര ആവേശത്തിൽ യാറെ പ്രോത്സാഹനം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിവ ഇന്നൽ ബിദ്അ ശല്ലദ അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മാസിയ. ഇബ്ലീസ് യാറെ ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് തപ്പാക്കുന്നതിനെ കാട്ടി മാസിയത്താക്കാൻ, അല്ലെ ഒരുപാട് തപ്പുണ്ട്, വലിയ വലിയ തപ്പല്ലോ, അതിനെക്കാട്ടി വ്യഭിചാരാവട്ടെ, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ വേറെ ബിദ്അത്തും ശിർക്കിയാവട്ടെ, അതിനെക്കാട്ടി യാറാ അവനക്ക് ഇഷ്ട ബിദ്അത്താക്കുന്നത്. കാരണം ബിദ്അത്താക്കുന്നത് അന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ, അവർക്കതും തൗബാക്കാൻ അവന്റെ മനസ്സിൽ എന്തുണ്ടോ ഞാൻ ആക്കുന്നത് ഏറ്റവും നല്ല സ്വറായി നിൽക്കുന്നത്, അവന് തൗബാക്കോ പോണ്ടേ ഇല്ല, അതേ രീതിയിലോ മരിച്ചു പോവാൻ തൗബാക്കില്ല. കാരണം ഞാൻ ആക്കുന്ന സ്വറ ഏറ്റവും നല്ല സ്വറായി നിൽക്കുന്നത്. നേരെ മറിച്ച് തപ്പായെങ്കിൽ അവന് ലൈഫിൽ മനസ്സിലാക്കിയിട്ടെങ്കിൽ തൗബാക്കുവാൻ പഠിച്ചവനെ ആക്കി പോയില്ലേ. അതുകൊണ്ട് അള്ളാഹു എനിക്ക് മാഫാക്കി തരണേ ചെന്നൊരു ദുആ ഉണ്ടാവും, ഒരു തൗബ ഉണ്ടാവും. അതുകൊണ്ട് ബിദ്അത്താക്കുന്ന ആൾമാർക്ക് തൗബ ഉണ്ടാവില്ല, തൗബാക്കോ കേൾക്കില്ല. കാരണം എന്താണ്? ആക്കുന്ന സ്വറ ഏറ്റവും നല്ല സ്വറായി നിൽക്കുന്നത്. പിന്നെ തൗബാക്കറ പുണ്യ കിട്ടുക ചെന്നാക്കി ഏറ്റവും നല്ല സ്വറായി നിൽക്കുന്നത്. ഒരു തൗബാക്കില്ല. ശൈത്താനുക്ക് ഇബ്ലീസിന് യാറെ ഇഷ്ടപ്പെട്ട കാര്യത്തെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിന്റെ കിതാബിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധ്യത. അങ്ങനെ റജബിലെ മാത്രം ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാരുടെ പരിപാടി തന്നാൽ റജബ് ചൊല്ലത് അത് ഇസ്തിഗ്ദാദുൽ റമളാൻ, റമളാനിക്ക് ഒരു തയ്യാറെടുപ്പായി നിൽക്കുന്നത്. ചില പണ്ഡിതന്മാർക്ക് കാണാൻ സാധ്യ 3 തിങ്കളെ കണക്കാക്കിയ റജബ്, ശഅബാൻ, റമളാൻ. റജബ് തിങ്കളെ സംബന്ധിച്ച് അങ്ങ് ചെന്നത് ഒരു വലിയ ഒരു കൃഷി ജാഗ, ഒരു പാടത്തിൽ, ഒരു ഫാമിൽ കൃഷിയാക്കുന്നത് പോലെ. റജബ് തിങ്കൾ ചെന്നിട്ട് മണ്ണെല്ലാം കളിച്ചിട്ട് സ്റ്റാർട്ടിങ് ഏജിൽ വിത്തുള്ള ടൈമായി നിൽക്കുന്നത്. റജബ് ചെന്നിട്ട് ഇപ്പൊ സ്റ്റാർട്ട് തുടങ്ങണം. വിത്തിടെ തിങ്കളായി നിൽക്കുന്നത് റജബ് തിങ്കൾ. ശഅബാൻ തിങ്കൾ ചെന്നിട്ട് അതിൽ തണ്ണി വിട്ടിട്ട് ഗൊബ്ബറിലിട്ട് തണ്ണി കൊടുക്കുക തിങ്കളായി നിൽക്കുന്നത്. ആ തൈ തെല്ല് മുളച്ച് വരുമ്പോൾ അത് ഗൊബ്ബറിലിട്ട് വലിയാക്കുന്നത് തിങ്കളായി നിൽക്കുന്നത്. റമളാൻ തിങ്കൾ അത് കൊയ്ത്തിര തിങ്കളായി നിൽക്കുന്നത്. ഫല എടുക്കുക തിങ്കളായി നിൽക്കുന്നത് റമളാൻ തിങ്കൾ. റമളാൻ ഫല എടുക്കുക എത്ര കിട്ടിയ കൂലിയായി കിട്ടിയോണ്ടിരിക്കുന്നതായി അതായി നിൽക്കുന്നത്. അപ്പൊ നമ്മ ഇപ്പമേ സ്റ്റാർട്ട് ആക്കണം ചെന്നായി ഖുർആനാവട്ടെ, ദിക്റാവട്ടെ, നോമ്പാവട്ടെ, ഇപ്പനെ തുടങ്ങിയോട്ട് റമളാനിൽ ആ ഒരു ചിന്തന വേണോ ചെന്നായി നിൽക്കലും പണ്ഡിതന്മാർ ഈ തിങ്കളെ പ്രത്യേകമായിട്ട് എടുത്തു ചെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
കൂടുതൽ പഠിക്കവും മനസ്സിലാക്കവും അതനുസരിച്ച് ജീവിക്കവും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ആക്കിപ്പോയതായ മുഴുവൻ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങൾ ഈ രോഗം കൊണ്ടെത്തു കഷ്ടപ്പെട്ടതായ എത്രയോ സഹോദര സഹോദരിമാർക്ക് പ്രാർത്ഥിക്കവും വസിയത്താക്കിയതായ ആൽമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങൾക്ക് മരിച്ചുപോയതായ ഞങ്ങളുടെ അപ്പൂമ്മ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ ചങ്ങായിമാർ, ഞങ്ങളുടെ നരക്കരണങ്ങൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെയും നാളെ പരലോകത്തോടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.